പണ്ട് പാണ്ഡ്യ രാജവംശത്തിന്റെ കീഴിലുള്ള പെരിയാപുരം എന്ന രാജ്യം ഭരിച്ചിരുന്ന രാജാവായിരുന്നു കേശവവർമ്മ. അന്നത്തെ പ്രധാന സ്വയംവരമായിരുന്നു സീതയുടെ സ്വയംവരം. പുള്ളി സീതയുടെ സ്വയംവരത്തിൽ പങ്കെടുത്തു. ഒരു വില്ല് കൊലയ്ക്കാനാവാതെ സൗബീനത്തിൽ മുള്ളിയാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ അവസാനം രാമൻ വില്ല് കൊലച്ച് സീതയെ കെട്ടി. പിന്നെ മറ്റൊരു രാജാവുണ്ടായിരുന്നു ശങ്കരവർമ്മ. പുള്ളി പങ്കെടുത്തത് കുന്തിയുടെ സ്വയംവരത്തിനായിരുന്നു. അവിടെ പിന്നെ ഈ വില്ല് കൊലയ്ക്കാനൊന്നും ഇല്ലായിരുന്നു. അവിടെ ഒരു ബുദ്ധിപരമായ ക്യുസ്സായിരുന്നു നടന്നത്. പുള്ളി പിന്നെ പണ്ടേ ഈ ഇന്റലക്ച്വൽ കാര്യങ്ങളിലൊക്കെ കുറച്ച് വീക്ക് ആയതുകൊണ്ട് എന്തോ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞു. അങ്ങനെ ശരി ഉത്തരം പറഞ്ഞ പാണ്ഡു കുന്തിയെ കല്യാണം കഴിച്ചു. അങ്ങനെ അവിടെ അടപടലം മൂഞ്ചി. ഇനി അടുത്ത രാജാവ് ഗോപാലവർമ്മ. പുള്ളി പാഞ്ചാലിയുടെ സ്വയംവരത്തിന് പോയി. അത് പിന്നെ പറയണ്ടല്ലോ, വില്ല് കൊലയ്ക്കാൻ അറിയാത്ത ടീംസാണ്. വെള്ളത്തിലെ റിഫ്ലക്ഷൻ നോക്കി ആകാശത്തുള്ള മീനിന്റെ കണ്ണിൽ അമ്പ് വിടാൻ പോണം. ഇത് കേട്ടപ്പോഴേ പുള്ളി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കഥ. അങ്ങനെ എത്ര സ്വയംവരങ്ങൾ. അങ്ങനെ നൂറ്റാണ്ടുകളോളം നമ്മുടെ പൂർവികർക്ക് രാജകുമാരിമാരെ വിവാഹം കഴിക്കാൻ പറ്റാതെ ദാസിമാരിലൂടെയാണ് നമ്മുടെ തലമുറ നിലനിന്നു പോയത്. അങ്ങനെ അവസാനം മറ്റൊരു രാജാവായ പുഷ്പരാജവർമ്മ ഇതിനൊരു ഒടുക്കം വേണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പുള്ളിക്കാരൻ രാജ്യത്തുണ്ടായിരുന്ന 12 പ്രമുഖ ഋഷിമാരെ വിളിച്ചു വരുത്തി വശീകരണ മന്ത്രം ആവാഹിച്ച് ഒരു വജ്ര പതക്കം നിർമ്മിച്ചു. അതാണ് മോനെ നിന്റെ കയ്യിലിരിക്കുന്നത്.